ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച KSRTC ജീവനക്കാരനെതിരെ നടപടിയില്ല. ഇടതുപക്ഷ പ്രവർത്തകനായ വെള്ളറട ഡിപ്പോയിലെ ഡ്രൈവർ പ്രദീപ് കുമാറിനാണ് CPM സംരക്ഷണം നൽകുന്നത്. പ്രദീപ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, ദൃശ്യങ്ങൾ കൃത്യമായി കാര്യം പറഞ്ഞതാണ്. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്നത് അത് കൃത്യമായി നിയമലംഘനം തന്നെയാണ്. ഇനി എന്ത് തെളിവിന് വേണ്ടിയായിരിക്കും ഇവർ കാത്തിരിക്കുന്നത്? അതോ ഇനി എന്ത് തെളിവ് കിട്ടിയാലും ഈ അനുഭവമൊക്കെ കണക്കിലെടുത്തുകൊണ്ട്, രാഷ്ട്രീയ അനുഭവമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നടപടി എടുക്കാതിരിക്കുക എന്നുള്ളതാണോ ഉദ്ദേശം? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ടാണ്, പ്രത്യേകിച്ച് CPM നേതാക്കളാണ് ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളറട ഡിപ്പോയിലെ KSRTCയിലെ ഇടതുപക്ഷ യൂണിയന്റെ നേരത്തെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഈ പ്രദീപ് കുമാർ. ഈ പ്രദീപ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഉന്നത CPM നേതാക്കളും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഗണേഷ് കുമാറിന് പോലും ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 11-ാം തീയതിയാണ് ഇത്തരത്തിൽ കാട്ടാക്കട തിരുവനന്തപുരം റൂട്ടിൽ ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ, ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളടക്കം യാത്രക്കാർ തന്നെ KSRTC വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുന്നത്. KSRTC വിജിലൻസ് വിഭാഗം ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ അതിനുശേഷവും KSRTC ജീവനക്കാർ യാത്രക്കിടെ അല്ലെങ്കിൽ ജീവനക്കാർ വാഹനം ബസ് ഓടിക്കുന്നതിനിടെ ഇത്തരത്തിൽ ഫോൺ ഉപയോഗിച്ചതിന് മറ്റുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ ഒരു ഉത്തരവ്, ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ഉത്തരവും പുറത്തിറങ്ങി. പക്ഷേ നിലവിൽ പ്രദീപ് കുമാറിന് മാത്രം വലിയ സംരക്ഷണം തന്നെയാണ് ഒരുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പല ഘട്ടങ്ങളിലായി എന്തുകൊണ്ടാണ് നടപടി വരാത്തത് എന്ന ചോദ്യം, പ്രത്യേകിച്ച് KSRTCയുടെ ഒരു രീതി വെച്ച് സാധാരണഗതിയിൽ ഇത്തരത്തിൽ KSRTC ഡ്രൈവർമാർ ഇങ്ങനെ ബസ് ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തി 2-3 ദിവസത്തിനകത്ത് നടപടി സ്വീകരിക്കുന്നത് പതിവാണ്. പക്ഷേ ആ ഒരു പതിവ് കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനം TV കഴിഞ്ഞ 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടതും ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ KSRTC വിജിലൻസ് വിഭാഗം ഇതിൽ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മറ്റ് റിപ്പോർട്ടിന്മേലുള്ള നടപടിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ, KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്, CPMയിലെ കൃത്യമായ ഇദ്ദേഹത്തിന്റെ ബന്ധം കൊണ്ടാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ജീവനക്കാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ, ഇയാൾ ബസ് ഓടിക്കുന്ന സമയത്ത് ഫോൺ ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തിയതും KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുന്നതും ഒപ്പം തന്നെ KSRTC വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുന്നതും. ഇതെല്ലാം ലഭിച്ചിട്ടും KSRTCയിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തതിന് പിന്നിൽ ഉന്നത CPM നേതാക്കളുടെ ബന്ധമാണ്. CPM നേതാക്കൾ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരേ കാര്യത്തിന് ഇരട്ട നീതി ഉറപ്പാക്കുന്ന തരത്തിലേക്കാണ് KSRTC ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇതിന് സമാനമായ രീതിയിൽ ഒരു KSRTC ജീവനക്കാരൻ KSRTC ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ലഭിച്ച ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് KSRTC കടന്നെങ്കിൽ പോലും ഈ ഒരു പ്രദീപ് കുമാറിന്റെ കാര്യത്തിൽ മാത്രം അത്തരത്തിലുള്ള നടപടിയിലേക്ക് KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങുന്നില്ല. അതിനുശേഷം ഇത്തരത്തിൽ ഫോൺ ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷവും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായി. KSRTC ബസ് മറ്റൊരു ബസ്സിൽ മേൽ കൊണ്ട് ഇടിച്ച് വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും KSRTC വിജിലൻസ് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ നൽകി. പക്ഷേ ഇതിലൊന്നും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രദീപ് കുമാറിന് ഉന്നത CPM നേതാക്കളുടെ കൃത്യമായ സംരക്ഷണം തന്നെയാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. വീണ.